റെഡിഗേറ്റ് സെമിത്തേരിയിലെ ഈ കുഴിമാടത്തിനു മുന്നിൽ ഇതാ കാലം ഒരു നെടുവീർപ്പ് പോലെ നിശ്ചലമായി നിൽക്കുന്നു. ഇരുണ്ട ഭൂഖണ്ഡങ്ങളിലെ അടിഞ്ഞൊഴുകുന്ന ജീവിതങ്ങളെ മുഴുവൻ ആത്മബോധത്തിന്റെ കൈപിടിച്ചുയർത്തിയ ആസുരമായ ഭരണകൂടങ്ങളുടെ അധികാര ഗോപുരങ്ങളെ ചരിത്രബോധത്തിന്റെ സ്ഫോടക ശക്തിയാൽ തകർത്തെറിയുവാൻ തീ കൊളുത്തിയ യുഗപ്രഭാവനായ കാർൽ മാർക്സ് മനുഷ്യവംശത്തെ മുഴുവൻ ദുഃഖത്തിലാക്കി 1883 മാർച്ച് 14 അപരാഹ്നത്തിൽ 2:45 മണിക്ക് ഈ ഭൂമിയിൽ നിന്നും യാത്രയായി. സഖാവേ, മനുഷ്യൻ മനുഷ്യനെ കൊന്നുതിന്നുന്ന മൃഗീയ നീതികളുടെ ഇരുട്ട് ഇടതെങ്ങി നിൽക്കുന്നിടത്തോളം ഹരിത മനോഹരമായ ഈ ഭൂമിയിൽ പാതകങ്ങൾ പെരുമഴ പോലെ പെയ്യുന്ന കാലത്തോളം ജീവിതം ഇടവേളകളില്ലാത്ത ഒരു മഹായുദ്ധമായി തുടർന്നിടത്തോളം നീ മരിക്കുന്നില്ല, നീ മരിക്കുന്നില്ല. ഒരിക്കലും ഉറങ്ങാത്ത നിന്റെ വാക്കുകളുടെ തിളങ്ങുന്ന കണ്ണുകൾ ഞങ്ങൾക്ക് കാവൽ നിൽക്കുന്നു. ആയുധമണിഞ്ഞ പോരാളിയെ പോലെ നിന്റെ ആശയങ്ങൾ ഞങ്ങളുടെ മുമ്പേ നടക്കുന്നു. ഞങ്ങളുടെ ദുർഘട യാത്രാപഥങ്ങളിൽ പ്രകാശം വിതയ്ക്കുന്ന മഹാഗോപുരമായി നീ ഇപ്പോഴും എപ്പോഴും ജീവിക്കുന്നു. കാലമായി, ചരിത്രമായി, ചരിത്രത്തിന്റെ അവസാനമില്ലാത്ത മഹാപ്രവാഹമായി. പടക്കളങ്ങൾ കാത്തു നിൽക്കയാ, തപിക്കുമീ മനുഷ്യവംശം കാത്തു വരികയാ. പടക്കളങ്ങൾ കാത്തു നിൽക്കയാ, തപിക്കുമീ മനുഷ്യവംശം കാത്തു വരികയാ. നായകൻ ഉറക്കമായ ഭൂമിയിൽ തിളയ്ക്കുമി ചരിത്ര താപനിച്ചരി. പ്രപഞ്ചദർശന പ്രകാശരേഖയിൽ കരിഞ്ഞതെത്രയെത്ര ഭൂതകാല ദുഷ്ടനീതികൾ. പ്രപഞ്ചദർശന പ്രകാശരേഖയിൽ കരിഞ്ഞതെത്രയെത്ര ഭൂതകാല ദുഷ്ടനീതികൾ. നിർദ്ദകന്റെ ദുർഗമെത്ര, നിർദ്ദയ വ്യവസ്ഥയെത്ര, രത്നകിരീടങ്ങളെത്ര വീണുടഞ്ഞുപോയി. മനുഷ്യവംശം നായകൻ ഉറക്കമായ ഭൂമിയിൽ തിളയ്ക്കുമി ചരിത്ര താപനിർജരി.
എത്ര ദുർഘടങ്ങൾ ദുഷ്കരങ്ങൾ പാതയെങ്കിലും വെച്ചകാൽ മടക്കുകില്ല മർത്യശക്തികൾ. എത്ര ദുർഘടങ്ങൾ ദുഷ്കരങ്ങൾ പാതയെങ്കിലും വെച്ചകാൽ മടക്കുകില്ല മർത്യശക്തികൾ. വർഗയുദ്ധ ഭൂമിയിൽ മരിച്ചു വീണിടും